ഹലോ. എൻ്റെ ഭഗവാനെ, ഇത്തവണെങ്കിലും നീ എന്നെ കൈവേടിയരുത്. എല്ലാ പ്രാവശ്യം ധൈര്യം പിടിച്ചു പോകും. പക്ഷെ അത് ഏവേട്ടനെ കാണുമ്പോൾ എൻ്റെ ധൈര്യം എല്ലാം ചോർന്നു പോകും. ഇന്ന് ഞാൻ രണ്ട് കൽപ്പിച്ച് പറയാൻ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത് നടക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെ നെയ്ത്തിരി കത്തിച്ചോളാം. ഇത് നടന്നില്ലെങ്കിൽ അച്ചു പിന്നെയും വഴിക്കൊന്നും വരില്ല കേട്ടോ. ഹലോ, നിർത്തടാ നായിൻ്റെ മോനെ. നീ കാശ് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഇന്ന് വൈകുന്നേരത്തുള്ളത് എനിക്ക് കാശ് കിട്ടില്ലെങ്കിൽ ഈ ദേവനാരാന്ന് നീ ശരിക്കറിയും. വെച്ചിട്ട് പോടാ നാറി. ഇല്ലടാ, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. ആ ശരിടാ, ഞാൻ വിളിക്കാം. എന്തൊക്കെയുണ്ട് മാഡം വിശേഷം? കുറെ നാളായാലും കണ്ടിട്ട്. സുഖല്ലേ? നല്ല വിശേഷം. ഞാനിതിലൊക്കെ വരാറുണ്ട്. നമ്മളൊക്കെ ആർക്ക് കണ്ടില്ല പിടിക്കാനാ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലടാ, ബാക്കിയുള്ള കാലിലെ ചെരുപ്പ് തേഞ്ഞു തരുന്ന തോന്നണേ. അയാളെ പറയാൻ നടന്നു. ആരുടെ കാര്യം ചേച്ചി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അല്ലാതാരാ? നിന്റെ കൂട്ടുകാരൻ ദേവേട്ടനെ കുറിച്ച് തന്നെ പറഞ്ഞേ. ഓ ബെസ്റ്റ്. പുള്ളിയുടെ പിറകെ നടന്ന് കാലില് ചെരുപ്പ് തേയാന്നല്ലാതെ മോളുടെ മനസ്സിൽ ഇപ്പൊ നടക്കാൻ പോണില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. പുള്ളിയുടെ സ്വഭാവം അറിയാലോ. എടാ കണ്ണാ, നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാനാ? വേറൊന്നുമല്ല, നിനക്ക് ദേവേട്ടനോടൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പുള്ളിയെ ഇഷ്ടമാണെന്ന്. എനിക്ക് പറയാൻ പേടിയാടാ. ആ അടിപൊളി. എനിക്ക് ആദ്യമേ തോന്നി കാര്യം ഇതായിരിക്കുന്നു. എന്റെ പൊന്നു മോളെ, എനിക്ക് പുള്ളിയുടെ തല്ലുകൊള്ളാൻ പറ്റില്ല. മോൾ ഉദ്ദേശിക്കുന്ന മാതിരി ആളല്ല ദേവട്ടൻ. പുള്ളിക്ക് പ്രേമിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല, മനസ്സിലായോ? ദൈവത്തോർത്ത് എന്നെ വെറുതെ വിട്ടേക്ക്. വേണ്ട, ഞാൻ നേരിട്ട് പറഞ്ഞോളാം. എനിക്കിനി ആരെയും സഹായം വേണ്ട. ബാക്കിയുള്ളവരെ കൂടെ വെറുതെ നിൽക്കുമ്പോഴാ നമ്മളോടൊന്നും ആരും ഒന്നും പറയണില്ല ഇഷ്ടാന്നൊന്നും. ഈ ദേവേട്ടന് മാത്രം എന്താണോ പ്രത്യേകത? ആ അല്ലെങ്കിൽ എറിയാറിയുന്നവന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ലല്ലോ. അപ്പൊ നാളെ അവനൊന്ന് കാണണം ചേട്ടാ. നാളെ കണ്ടാലാണ് കാര്യങ്ങൾ നമ്മൾ നടക്കുള്ളൂ. അപ്പൊ ശരി ദേവേട്ടാ, നാളെ കാണാം കേട്ടാ. ആ ദേവേട്ടാ, ഒരു കാര്യം,